ഒരു പുതിയ പ്രഭാതം തന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നു. യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തിങ്കൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ലും വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ല് എടുത്തു മാറ്റുവിൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യേശു സ്നേഹിച്ചിരുന്ന ലാസറിനെ അടക്കിയിരുന്ന ശവകുടീരത്തിന്റെ കല്ല് ഉരുട്ടി മാറ്റുവാൻ, ലാസറിന് ജീവനിലേക്ക് കടന്നു വരുവാൻ തടസ്സം നിന്ന കല്ല് എടുത്തു മാറ്റുവാൻ യേശു ആവശ്യപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യേശുവിന് നമ്മിലേക്ക് കടന്നു വരുവാൻ, നിത്യജീവനിലേക്ക് നാം കടന്നു ചെല്ലുവാൻ തടസ്സം നിൽക്കുന്ന ചില കല്ലുകളൊക്കെ എടുത്തു മാറ്റുവാൻ യേശു ആവശ്യപ്പെടുന്നു. മറ്റുള്ളവരോടുള്ള ഒടുങ്ങാത്ത പകയുടെ കല്ലുകൾ, വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും അന്ധകാരങ്ങളുടെയും കല്ലുകൾ എടുത്തു മാറ്റുവാൻ യേശു ആവശ്യപ്പെടുന്നു. യേശു പറഞ്ഞു, ആ കല്ല് എടുത്തു മാറ്റുവിൻ. ഇനി ഒരിക്കലും ലാസർ തിരികെ വരികയില്ല എന്ന് കരുതി അടച്ചു വച്ചിരുന്ന ബന്ധനത്തിന്റെ കല്ല് മാറ്റുമ്പോൾ മാർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, ഇത് 4-ാം ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അടച്ചു വച്ചിരിക്കുന്ന അവിശ്വാസത്തിന്റെ ബന്ധനത്തിന്റെ കല്ലുകൾ മാറ്റപ്പെടുന്നില്ലെങ്കിൽ ചില ദുർഗന്ധങ്ങൾ വമിക്കുന്നുണ്ടാകും. പലതും വെട്ടിപ്പിടിക്കുവാൻ ഓടി നടക്കുന്നവരും, അർഹിക്കുന്നവന് അർഹതപ്പെട്ടത് കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നവനും, ചില മ്ലേച്ഛതയുടെ വഴികൾ ഉപേക്ഷിക്കുവാൻ തയ്യാറാകാത്തവനും, അടുത്ത സഹോദരന്റെ കണ്ണുനീരിന്റെ വേദന കണ്ടിട്ടും കാണാത്ത പോലെ അന്ധത ബാധിച്ച മനുഷ്യന്റെയും ഉള്ളിൽ ഈ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. യേശു പറഞ്ഞു, ആ കല്ല് എടുത്തു മാറ്റുവിൻ. നിനക്ക് ചെയ്യുവാൻ കഴിയുന്ന നന്മ അത് ലഭിക്കുവാൻ അവകാശമുള്ളവന് നിഷേധിക്കരുത്. തിരുവചനത്തിൽ യേശു പറഞ്ഞു, ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ, ധനവാനും മരണശേഷം ശിക്ഷ അനുഭവിക്കുന്നത് അവന് ചെയ്യാമായിരുന്ന നന്മ ചെയ്യാതിരുന്നതിന്റെ പേരിലാണ്. സ്നേഹമുള്ളവരെ, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. നന്മയിൽ അടങ്ങിയിരിക്കുന്ന വിശ്വാസവും സ്നേഹവും സമാധാനവും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നത് തിരിച്ചറിയുവാൻ കഴിയാതെ പോകുന്നതാണ് തിന്മയായി ഭവിക്കുന്നത്. മരിച്ച ലാസറിന്റെ ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടപ്പോൾ മരിച്ചു മരവിച്ച ദുർഗന്ധം വമിച്ചു എന്ന് പറഞ്ഞിരുന്ന ലാസർ ജീവനിലേക്ക് കടന്നു വന്നു. യേശു പറയുന്നു, നിന്റെ ജീവിതത്തിൽ രക്ഷയുടെ ദിനത്തിനായി നിന്നെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന കല്ലുകൾ എടുത്തു മാറ്റുവിൻ. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്നെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിനത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാണ് സ്വീകാര്യമായ സമയം. ഇപ്പോഴാണ് രക്ഷയുടെ ദിവസം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഇന്നേ ദിവസം എന്നെ ശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ വസ്ത്രം എനിക്ക് നൽകണമേ. എൻ്റെ അഴുകി ജീർണിച്ച അവസ്ഥകളിൽ അവിടുത്തെ പരിശുദ്ധ രക്തം ഒഴുക്കണമേ. എന്നെ ശുദ്ധനാക്കണമേ. ചെയ്യൻ
അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ഇഷ്ടങ്ങൾ എല്ലാം വെണ്മയുള്ളതാക്കി തീർക്കണമേ. അങ്ങിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ കർത്താവേ, മ്ലേച്ഛതയുടെ വഴികൾ ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ യേശുവേ, ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയാക്കി തീർക്കണമേ കർത്താവേ. വെണ്മയായി തീരട്ടെ വേദാമില്ല. ഓ ജീസസ്, വെണ്മയായി തീരട്ടെ വേദാമില്ല. ഓ കർത്താവേ, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഞങ്ങളിൽ കത്തട്ടെ കർത്താവേ. ജീസസ്, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ കർത്താവേ. കർത്താവേ, രക്ഷയുടെ ദിനത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കരങ്ങൾ, ഞങ്ങളുടെ പാതകൾ എല്ലാം നേരെയാക്കുവാൻ എൻ്റെ കർത്താവേ പുതുവഴികൾ തുറക്കണമേ. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളും കഴുകണമേ. വെണ്മയാക്കി തീർക്കണമേ കർത്താവേ. ഓ ജീസസ്, ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ കർത്താവേ. ജീസസ്, അശുദ്ധിയെല്ലാം മാറട്ടെ. ജീസസ്, തിളങ്ങുന്ന മുത്തായി മാറട്ടെ നാഥ. ഞങ്ങളങ്ങളുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ നാഥ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും കഴുകണമേ നാഥ.
വിശുദ്ധിയുടെ വസ്ത്രം നൽകണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്നേ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നാം ഓരോരുത്തരും കഴുകപ്പെടട്ടെ എന്നും വിശുദ്ധിയുടെ വസ്ത്രം നൽകി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.